ഞങ്ങൾ ദൈവത്തിന്റെ നിവാസമായി മാറണം. അത് പഴയ സൃഷ്ടിയിൽ നടക്കില്ല, പുതിയ സൃഷ്ടിയിലെ നടക്കൂ. ഇതുകൊണ്ടാണ് പുതിയ സൃഷ്ടിയെ കുറിച്ച് അറിവില്ലാത്തവർക്ക് ഇതിലേക്ക് എത്താനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ കഴിയാത്തത്. അവർ മനുഷ്യരെ കൊണ്ട് തങ്ങൾക്കൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ ദൈവദാസന്മാരും പുറത്തു പോകും. ദൈവത്തിന്റെ വചനം പറയുന്നത് അവരെ അനീതിയുള്ള കാര്യവിചാരകന്മാരെന്നാണ്, ദൈവദാസന്മാരെന്നാണ്. അതായത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് കുറച്ചിട്ട് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നു. അതായത് ദൈവം മനുഷ്യനിൽ ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡൊക്കെ കുറച്ചിട്ട് മനുഷ്യനെ സന്തോഷിപ്പിച്ച് ഈ മനുഷ്യന്റെ പോക്കറ്റിലുള്ളത് കൊണ്ട് തനിക്കൊരു ഭാവി ഈ ഭൂമിയിൽ സെറ്റ് ചെയ്യുന്ന അനീതിയുള്ള കാര്യവിചാരകന്മാർ ധാരാളമുണ്ട്. അവരൊക്കെ ദൈവത്തിൻ്റെ വലിയ ശിക്ഷ കടന്നു വരും എന്ന് ഓർക്കുക. ആ കുരുക്കിൽ എല്ലാ ദൈവമക്കളും ഓൾമോസ്റ്റ് പെട്ടുകിടക്കുകയാണ്. അതിൽ പെട്ടുകിടക്കരുത്. ദൈവം തൻ്റെ ലെവൽ ഓഫ് റിക്വയർമെൻറ്റ് ഒരിക്കലും കുറയ്ക്കുന്നില്ല. ദൈവം ഇന്നലെയും ഇന്നും നാളെയും മാറാത്തവനാണ്.